തൻ്റെ കണ്ണിലേക്ക് തണുപ്പ് പടർന്നതും അവൾ സ്വബോധത്തിലേക്ക് വന്നു. തൻ്റെ മുഖത്തേക്ക് നോക്കി പൂരികം പൊക്കുന്നവനെ കണ്ടപ്പോൾ അവളുടെ മുഖത്ത് നാണം വിരിഞ്ഞു. അവൾക്ക് അവൻ്റെ മുഖത്ത് പോലും നോക്കാനാവുന്നില്ല. ആ നേരത്തെ അവളുടെ കണ്ണുകളുടെ പിടച്ചിലും നാണവും അവൻ ആസ്വദിച്ചു. എന്താ ഇങ്ങനെ നോക്കുന്നേ? അവൻ്റെ ചോദ്യം കേട്ട് എന്ത് പറയണം എന്നറിയാതെ അവൾ കുഴങ്ങി. ഒടുവിൽ ഒന്നുമില്ലെന്ന പോലെ തലയനക്കി അവനിൽ നിന്ന് നോട്ടം മാറ്റി. ആ നേരത്താണ് ഡോറിൽ തട്ടുന്ന ശബ്ദം കേൾക്കുന്നത്. ഇരുവരും ഡോറിൻ്റെ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കി. അവൾ പിടച്ചിലോടെ തൻ്റെ വസ്ത്രം നേരെയാക്കാൻ ശ്രമിച്ചു. അവളിലെ വെപ്രാളം കണ്ട് അവൻ വേഗത്തിൽ ഡ്രസ്സിൻ്റെ ബട്ടൺസ് ഇട്ട് കൊടുത്തു. അമൻ, എടാ ഇത് ഞാനാ. പുറത്തു നിന്ന് ആശയുടെ ശബ്ദം കേട്ടതും അർമാൻ ഡോർ തുറന്നു. ആശ മുറിക്കുള്ളിൽ കയറി ഡോറടിച്ച് ലോക്കിട്ടു. കിതപ്പടക്കാൻ പാടുപെടുന്ന ആശയെ കണ്ട് അർമാൻ കാര്യം തിരക്കി. ആശ കാര്യം സൂചിപ്പിച്ചതും അർമാൻ്റെ മുഖത്ത് പ്രത്യേകിച്ച് ഭാവമാറ്റങ്ങളൊന്നുമില്ലായിരുന്നു. എന്നാൽ അല്ലുവിൽ പരിഭ്രമം നിറഞ്ഞു. എടാ, അവരെ ഓരോ മുറിയും അരിച്ച് പെറുക്കുന്നുണ്ട്. ഉറപ്പായും അവന്മാരെവിടെ എത്തും. അതിനു മുൻപ് നമുക്കിവിടുന്ന് പോകണം, ആഷി പറഞ്ഞു. അതിൻ്റെ ആവശ്യമൊന്നുമില്ല, വരുന്നവർ വരട്ടെ. എനിക്കിപ്പോൾ പേടിയൊന്നുമില്ല. എന്ത് വന്നാലും നേരിടാനുള്ള ധൈര്യം ഇപ്പം എനിക്കുണ്ട്. അർമാൻ തൻ്റെ വാക്കിൽ ഉറച്ചു നിന്നു. അമ്മൻ, നീ എന്തൊക്കെ പറയുന്നേ? നിനക്കെന്താ പറഞ്ഞാൽ മനസ്സിലാവില്ലേ? അറിഞ്ഞിടത്തോളം അവർ സാധാരണക്കാരില്ല. എല്ലാത്തിൻ്റെയും കയ്യിൽ കത്തിയും കടാരയൊക്കെ ഉണ്ട്. കണ്ടാൽ തന്നെ അറിയാം വെട്ടൊന്ന് മുറി 2 ടീംസാണെന്ന്. ഇതുവരെ നിന്നെ അവന്മാർ തിരിച്ചറിഞ്ഞിട്ടില്ല. അമൻ, നിന്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇവിടെ വെച്ചൊരു സീൻ ഉണ്ടാക്കാത്തതാണ് നല്ലത്. ഞാൻ അവന്മാരുടെ കണ്ണിപ്പെടാതെ എങ്ങനെയെങ്കിലും ബിൽ സെറ്റിൽ ചെയ്തിട്ട് വരാം. എന്നാൽ നിങ്ങൾ ഇറങ്ങിക്കോ, ഞാൻ അങ്ങോട്ട് വന്നോളാം. അതും പറഞ്ഞ് അർമാൻ്റെ മറുപടിക്കൊന്നും കാത്തു നിൽക്കാതെ ആഷി വണ്ടിയുടെ കീ അർമാനെ ഏൽപ്പിച്ചു മുറിയിൽ നിന്നും ഇറങ്ങി. ആഷി പോയതും അർമാൻ ബെഡിൽ വന്നിരുന്ന് തൻ്റെ നെറ്റിത്തടം അമർത്തി ഒഴിയുന്നുണ്ട്. സാർ, നമുക്ക് പോവാം സാർ, എനിക്ക് പേടിയാവുന്നു. അന്നേരം അവൾ പറയുന്നത് കേട്ടവൻ തലയുയർത്തി അവളെ നോക്കി. അവളുടെ മുഖത്തെ ഭയം കണ്ടതും അവൻ മറുത്തൊന്നും പറയാതെ അവളുടെ അരികിലേക്ക് നടന്നു. ഒന്നും മിണ്ടാതെ തനിക്കരികിലേക്ക് നടക്കുന്നവനെ കണ്ടതും ആദ്യം അവളൊന്ന് ഭയന്നിരുന്നു. പിന്നീട് അവൻ തൻ്റെ മുഖം തൂവാല കൊണ്ട് മറച്ച് അവളെയും കൈകളിലെടുത്ത് നടക്കുന്നതും അവൻ്റെ പ്രവൃത്തിയിൽ അവളാകെ വിറങ്ങലിച്ച് നിൽപ്പാണ്. ആ നിമിഷം അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കിയിരുന്നു പോയി. അതെ, ഇങ്ങനെ എൻ്റെ മോന്ത നോക്കിയിരുന്നാലേ നിന്റെ ഈ മോന്ത അവന്മാർ കാണും. കുറുമ്പോടെ അവനത് പറഞ്ഞതും അവൾ തൻ്റെ മുഖം മറയും വിധത്തിൽ അവളുടെ മുഖം അവൻ്റെ നെഞ്ചിലേക്ക് പൂഴ്ത്തി. അവളുടെ ആ പ്രവൃത്തിയിൽ അവൻ്റെ ചുണ്ടിലൊരു പുഞ്ചിരി വിരിഞ്ഞു. അവളുടെ ചുണ്ടും ചുടുനിശ്വാസവും അവൻ്റെ നെഞ്ചിൽ പതിഞ്ഞു. ഹൃദയത്തിൽ തണുപ്പ് പടരുന്നത് പോലെ അവന് തോന്നി. അന്നേരം അവൻ്റെ ഹൃദയതാളം ഉച്ചത്തിലായി. അവൾക്ക് ആ ഹൃദയതാളം വ്യക്തമായി കേൾക്കാമായിരുന്നു. ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ അർമാൻ അല്ലുവുമായി പാർക്കിംഗ് ഏരിയയിലെത്തി. അർമാൻ തൻ്റെ വണ്ടിയുടെ ലോക്കെടുത്ത് പിൻസീറ്റിലെ ഡോർ തുറന്ന് അവളെ സേഫായി വണ്ടിയിലിരുത്തി. അർമാൻ ആഷയുടെ വരവും കാത്ത് വണ്ടിക്കരികിൽ നിൽക്കുകയായിരുന്നു. ഇതേസമയം പാർക്കിംഗ് ഏരിയയിലേക്ക് വരുന്ന ഗുണ്ടകളെ കണ്ട് അർമാൻ ഒന്ന് പതറി. അവന്മാർ വണ്ടികളൊക്കെയും പരിശോധിക്കുന്നുണ്ട്. അർമാൻ പെട്ടെന്ന് വണ്ടിക്കുള്ളിൽ കയറി വണ്ടി അകത്തു നിന്ന് ലോക്ക് ചെയ്ത് അല്ലുവുമായി സീറ്റിലേക്ക് ചാഞ്ഞു. ഇപ്പോൾ അവൻ്റെ നെഞ്ചിലാണ് അവളുള്ളത്. എന്നാൽ അവൾ ഇതൊന്നും അറിയാതെ അവനിൽ നിന്നും അടർന്നു മാറാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ അവൻ മറുപടി ഒന്നും പറയാതെ അവളെ ഒന്നുകൂടെ തന്നിലേക്ക് അടുപ്പിച്ചു. എന്നാൽ അവളത് മറ്റൊരു തരത്തിലാണ് കണ്ടത്. അവളുടെ ഉള്ളിൽ ഭയം നിറഞ്ഞു. അവൾക്ക് മുറിവ് നന്നായി വേദനിക്കുന്നുണ്ട്. സാർ, വിട് വിട് സാർ, എന്തായി കാണിക്കുന്നത്? എനിക്ക് വേദനിക്കുന്നു, വിട് സാർ. സാർ, വേണ്ട വേണ്ട, വിടന്നെ. അതെ, ഞാൻ ആഷിക്കോട് പറഞ്ഞു കൊടുക്കൂട്ടോ, സത്യമായിട്ടും പറഞ്ഞു കൊടുക്കും. അവൾ എന്തൊക്കെയോ വിളിച്ച് പറയുന്നുണ്ട്. ശബ്ദം കൂടി വന്നതും അവൻ അവളുടെ വാ പൊത്തിപ്പിടിച്ചു. അന്നേരം അവൾ അവൻ്റെ കയ്യിൽ ഒരു കടി വെച്ചു കൊടുത്തതും വേദന സഹിക്കാനാവാതെ അവളിൽ നിന്നുള്ള പിടി അയഞ്ഞു. അവൻ അവളെ കടിപ്പിച്ചു നോക്കി. ആ നോട്ടത്തിൽ അവളൊന്ന് പതറി. അപ്പോൾ സാറ് നേരത്തെ കാണിച്ച സ്നേഹിക്കും വെറുതെ ആയിരുന്നില്ലേ? ഞാൻ വെറും മണ്ടി, അവൾ അവനിൽ നിന്നും അകന്നു മാറാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു. അന്നേരം പുറത്ത് വണ്ടിക്കരികിൽ ഗുണ്ടകളുടെ ഒച്ചയും അനക്കവും കേട്ടതും അർമാൻ അവളെ ഒന്നുകൂടെ തൻ്റെ നെഞ്ചിലേക്ക് വലിച്ചിട്ട് അവളുടെ ചുണ്ടുകൾ മുഴുവനായി കവർന്നതും ഒന്ന് പ്രതികരിക്കാനാവാതെ അവൾ അവൻ്റെ കരവലയത്തിനുള്ളിൽ കിടന്ന് പെടഞ്ഞു. ഉള്ളിലെ സങ്കടവും ദേഷ്യവും ഒപ്പം മുറിവിലെ വേദനയും ഒരുമിച്ച് വന്നതും അവളുടെ കണ്ണ് നിറഞ്ഞു തുടങ്ങി.
തൻ്റെ നിസ്സഹായാവസ്ഥ അവൻ മുതലെടുക്കുകയാണെന്ന തോന്നലിൽ അവളുടെ കവളിലൂടെ നീർത്തുള്ളികൾ ഒലിച്ചിറങ്ങി. ഇനിയും അവനെ എതിർത്താൽ തൻ്റെ മുറിവിലെ വേദന കൂടുകയുള്ളൂവെന്ന് തോന്നിയതും കണ്ണുകൾ അടച്ചു പിടിച്ച് അവൾ അവന് വിധേയായി നിന്നു കൊടുത്തു. അവളുടെ നിറഞ്ഞ കണ്ണുകൾ തന്നെ വേദനിപ്പിക്കുന്നെന്ന് തോന്നിയതും അവൻ തൻ്റെ കണ്ണുകൾ ഇറുക്കെ പൂട്ടി. ഈ നിമിഷം അവളുടെ ചുണ്ടുകൾ മോചിപ്പിച്ച് അവൾ വണ്ടിയിൽ നിന്നിറങ്ങി ഓടും എന്നറിയാവുന്നത് കൊണ്ട് അവൻ തൻ്റെ പ്രവൃത്തി തുടർന്നു. ഗുണ്ടകളിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി ചെയ്തതാണെങ്കിലും അന്നേരം അവളുടെ അതിരങ്ങളിൽ ആ മധുരം അവനിലെ സിരകളിൽ ഒരു ലഹരിയായി പടർന്നു കയറി. ഏതോ ഒരു ഉൾപ്രേരണയാലെ അവളെ വേദനിപ്പിക്കാത്ത തരത്തിൽ അവൻ അവളുടെ ഇരുതളങ്ങളും മാറി മാറി നുണഞ്ഞുകൊണ്ടേയിരുന്നു. അവൻ എത്ര ചുംബിച്ചിട്ടും മതി വരാത്ത പോലെ. സന ഇങ്ങോട്ട് 2-3 തവണ ചുംബനം തന്നിട്ടുണ്ടെന്നല്ലാതെ താൻ ഇതുപോലെ അവൾ ഒരിക്കൽ പോലും ചുംബിച്ചിട്ടില്ല. എന്തോ തനിക്കങ്ങനെ തോന്നിയിട്ടില്ല. പക്ഷെ ഇവളെ കാണുമ്പോൾ താൻ പോലും അറിയാതെ തന്നിൽ വികാരം ഉണരുന്നു. അത് വെറും കാമമല്ലെന്ന് അവൻ തിരിച്ചറിയുകയായിരുന്നു. അറിയാതെ ഇടയിലെപ്പോഴും അവൻ കണ്ണു തുറന്നപ്പോൾ തൻ്റെ ചുംബനത്താൽ വിവശയായ പെണ്ണിൻ്റെ കവിളിലൂടെ നീർത്തുള്ളികൾ ചാലിട്ടൊഴുകുന്നുണ്ട്. അവൻ അവളുടെ അതരങ്ങളെ വേർപെടുത്തി. അവൻ തൻ്റെ ചുണ്ടുകളാൽ അവളുടെ കണ്ണുനീർ ഒപ്പുമ്പോഴും അവൾ തൻ്റെ കണ്ണ് തുറന്നതേയില്ല. എന്തിനാ പിന്നെയും പിന്നെയും എന്നെ ഇങ്ങനെ വേദനിപ്പിക്കുന്നത്? എനിക്കറിയാം ഞാൻ നിങ്ങളുടെ ആരുമല്ല. എന്നോട് ഒരിഷ്ടവുമില്ല. ഉള്ളിൽ വെറുപ്പ് മാത്രമല്ലേ ഉള്ളൂ. പിന്നെന്തിനാ പിന്നെയും നിങ്ങളിങ്ങനെ അടുത്ത് വരുമ്പോൾ എനിക്ക് നിങ്ങളെ തടയാൻ പോലും ആവുന്നില്ല. അത് ഞാനൊരു ചീത്ത പെണ്ണായതുകൊണ്ടല്ല, മറിച്ച് എനിക്കറിയില്ല അതെന്തെങ്ങനെയെന്ന്. കണ്ണു തുറക്കാതെയാണ് അവളത് പറയുന്നത്. 2 നാൾ മുമ്പ് വരെ മറ്റൊരു പെണ്ണായിരുന്നു എൻ്റെ ഹൃദയം നിറയെ. അവൾ എന്നെ വേണ്ടെന്ന് പറഞ്ഞത് മുതൽ ഞാനും അവളെ മറക്കാൻ ശ്രമിക്കുകയായിരുന്നു. നിനക്കറിയോ, നീ അരികിലുള്ളപ്പോൾ അവൾ എൻ്റെ ഓർമ്മകളിൽ പോലും വരാറില്ല. അത് എന്നെപ്പോലും വല്ലാണ്ട് അത്ഭുതപ്പെടുത്തുന്നുണ്ട്. നീ പറഞ്ഞ പോലെ എനിക്കും അറിയില്ല അതെന്തേ അങ്ങനെയെന്ന്. നീ എൻ്റെ തൊട്ടരികിലുണ്ടാകുമ്പോൾ എനിക്ക് എന്നെ തന്നെ നിയന്ത്രിക്കാൻ പറ്റാത്തതുപോലെ. നീ എൻ്റെ ആരാണെന്ന് ചോദിച്ചാൽ എൻ്റെ കയ്യിൽ മറുപടിയില്ല. പക്ഷേ എൻ്റെ ഹൃദയം പറയുന്നുണ്ട് നീ എൻ്റേതാണെന്ന്, എൻ്റേത് മാത്രമാണെന്ന്. അവനത് പറഞ്ഞതും അവൾ കണ്ണു തുറന്ന് അവനെ നോക്കി. നീ കരുതും പോലെ എനിക്ക് നിന്നോട് വെറുപ്പൊന്നുമില്ല. നീ ഇപ്പോൾ ഒരു ചീത്തപ്പെണ്ണാണെന്ന് ഞാൻ കരുതുന്നുമില്ല. കഴിഞ്ഞ 2 ദിവസം കൊണ്ട് എനിക്കത് മനസ്സിലായതാണ്. നീ നല്ല കുട്ടിയാ. നിന്നെപ്പോലൊരു പെണ്ണിനെ ഞാൻ ഇന്നേ വരെ കണ്ടിട്ടേ ഇല്ല. ഒരാൾക്കൊരാളെ മനസ്സിലാക്കാൻ ഒരുപാട് നാളുകളുടെ പരിചയമൊന്നും വേണ്ടടോ. പക്ഷെ ചിലരുണ്ട്, ഒരായുഷ്കാലം കൂടെ കഴിഞ്ഞാലും നമ്മളെ അവർക്ക് മനസ്സിലാവില്ല. നമ്മളെ ഒന്ന് കേൾക്കാൻ പോലും കൂട്ടാക്കില്ല. ഒരു പക്ഷേ അവർ നമ്മളെ ആത്മാർത്ഥമായി സ്നേഹിച്ചിട്ടുണ്ടാവില്ല, അത്ര തന്നെ. അത് പറയുമ്പോൾ അവൻ്റെ മനസ്സിലൂടെ സനയുടെ മുഖം കടന്നു പോയി. ഒപ്പം അവളോട് പുച്ഛവും. അന്ന് രാത്രി തൻ്റെ സുഹൃത്തിൻ്റെ കൂടെ മദ്യപിച്ചിരിക്കുമ്പോൾ അവൻ്റെ വായിൽ നിന്നും അവൻ പോലും അറിയാതെ ചിലത് വന്നിരുന്നു. സനയുടെ സൂയിസൈഡ് ഒരു ഡ്രാമയായിരുന്നു അത്. ആദ്യം അത് വിശ്വാസം വന്നില്ലെങ്കിലും പിന്നീട് ഒരു സുഹൃത്ത് വഴി ഹോസ്പിറ്റലിൽ വിളിച്ച് അന്വേഷിച്ചപ്പോഴാണ് അറിയുന്നത് ജ്യോതിസ് പറഞ്ഞത് സത്യമായിരുന്നു എന്ന്. അവൾ എന്തിനങ്ങനെ ചെയ്തു എന്നത് അവൻ അറിയില്ലായിരുന്നു. അതെങ്ങനെ ജ്യോതിഷ് അറിഞ്ഞു എന്നതേ മറ്റൊരു ചുരുളഴിയാത്ത രഹസ്യമാണ്. പിറ്റേന്ന് രാവിലെ അന്വേഷിക്കണം എന്ന് കരുതിയതായിരുന്നു, പക്ഷേ പറ്റിയില്ല. എന്തൊക്കെ സംഭവിച്ചാലും നിന്നെ ഞാൻ ഒരിക്കലും തനിച്ചാക്കില്ല. ചിന്തകളിൽ നിന്നുണർന്നുകൊണ്ട് അർമാൻ പറഞ്ഞു. നിന്നെ ഒരിക്കലും വേണ്ടെന്ന് വെക്കുകയില്ല. എൻ്റെ ഉമ്മയാണ് സത്യം. എനിക്ക് വേണം നിന്നെ. അതിന് എനിക്ക് ഇത്തിരി സമയം തരണം. അർമാൻ അവളുടെ മുടി മാടിയൊതുക്കിക്കൊണ്ട് പറഞ്ഞു. ഞാനിത് വിശ്വസിച്ചോട്ടെ? വിശ്വസിക്കാം. വെറും വാക്ക് പറയാനാണെങ്കിൽ ഞാൻ എൻ്റെ ഉമ്മയെ പിടിച്ച് ഒരിക്കലും സത്യം ചെയ്യില്ലായിരുന്നു. അവനത് പറയുമ്പോൾ സന്തോഷം കൊണ്ട് അവളുടെ കണ്ണ് നിറഞ്ഞു. ഇനി ഈ കണ്ണ് നിറയാൻ പാടില്ല. അവളുടെ നിറഞ്ഞ കണ്ണുകൾ തൻ്റെ വിരലുകളാൽ ഒപ്പിക്കൊണ്ടവൻ പറഞ്ഞു. ഇനിയും എന്തിനാ കരയുന്നേ? അവളുടെ കണ്ണ് പിന്നെയും നിറയുന്നത് കണ്ട് അവൻ ചോദിച്ചു. അറിയില്ല, അവൾ മറുപടി പറഞ്ഞു. അതെന്താ അറിയാത്തത്? അവൻ കുറുമ്പോട് ചോദിച്ചു. എനിക്കതിന് അർഹതയില്ലെന്ന് തോന്നുക, അവൾ പറഞ്ഞു. ആര് പറഞ്ഞു? നിനക്കേ അതിന് അർഹതയുള്ളൂ. കാരണം എന്താണെന്ന് ഞാൻ പറയണ്ടല്ലോ.
അവളുടെ മൂക്ക് പിടിച്ച് കൊഞ്ചിച്ചുകൊണ്ടാണ് അവനത് പറഞ്ഞത്. അവനത് പറയുമ്പോൾ അവളിൽ നാണം നിറഞ്ഞു. അത് കണ്ടതും അവൻ അവളുടെ ചുണ്ടിലേക്ക് വീണ്ടും ചുണ്ട് ചേർക്കാനൊരുങ്ങവേ അവളവനെ ചുണ്ടിന് കുറുകെ കൈവച്ച് തടഞ്ഞു. അന്നേരം അവനവളുടെ കൈയിലേക്ക് ചുംബിച്ചതും അവൾ നാണത്തോടെ തൻ്റെ കൈ പിൻവലിച്ചു. അന്നേരം കുറുമ്പ് നിറഞ്ഞ ചിരിയോടെ അവനവളുടെ കഴുത്തിലേക്ക് ചുംബിച്ചു. വേണ്ടട്ടോ, ഞാൻ ആഷിക്കോട് പറഞ്ഞു കൊടുക്കും. ഒരു തരം പിടച്ചിലോടെ അവൾ പറഞ്ഞു. എന്താ പറഞ്ഞു കൊടുക്കുന്നത്? തൊണ്ടക്കുഴിയിൽ അമർത്തി ചുംബിച്ചുകൊണ്ട് അവൻ ചോദിച്ചു. ഞാൻ എല്ലാം പറയും. അവൾ അവൻ്റെ മുഖത്ത് നോക്കാതെയാണ് ഈ പറയുന്നത്. എല്ലാം പറയോ? ഇത്തവണ അവൻ്റെ ചുണ്ടമർന്നത് അവളുടെ കഴുത്തിലെ കറുത്ത മറുകിലാണ്. പറയും, അവൾ കുതിര മാറാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു. എല്ലാം? അവളുടെ മാറടിക്കൽ ചുംബിച്ചുകൊണ്ട് അവൻ ചോദിച്ചതും അവളൊന്ന് ഏങ്ങിപ്പോയിരുന്നു. ആ നിമിഷം അവൻ അവളെ ഒന്നുകൂടെ തന്നിലേക്ക് അടുപ്പിച്ചു. മാറിൻ ചുഴിയിൽ ഒന്നുകൂടെ ചുംബിച്ചതും അവളൊന്ന് കുറുകിക്കൊണ്ട് അവനിൽ പിടിമുറുക്കി. അവളുടെ നാണം നിറഞ്ഞ മുഖത്ത് അവൻ ചെറുതായി ഊതിയതും ആ നിമിഷം രണ്ടുപേരുടെയും കണ്ണുകൾ കൊരുത്തു. ഇതേ സമയം ബില്ല് പേ ചെയ്ത് പാർക്കിംഗ് ഏരിയയിലേക്ക് നടക്കുകയായിരുന്ന ആഷിഖ് ഗുണ്ടകളുടെ കണ്ണിൽ പെട്ടതും അവൻ അർമാൻ്റെ വണ്ടി ലക്ഷ്യം വെച്ച് ഓടി. ഗുണ്ടകൾ അവനെ പിടിക്കാനായി പിന്നാലെ ഓടി. ആഷി എങ്ങനെയൊക്കെയോ അർമാൻ്റെ വണ്ടിയുടെ അരികിലെത്തി. ആ നിമിഷം വണ്ടി പരിശോധിക്കുകയായിരുന്ന വേറെ ഗുണ്ടകൾ അവനെ കണ്ടിരുന്നു. ആഷി വണ്ടിയുടെ ഡോർ തുറക്കാൻ നോക്കിയപ്പോൾ ഡോർ ലോക്കായിരുന്നു. വണ്ടിയുടെ ഗ്ലാസ്സിലൂടെ പിൻസീറ്റിലേക്ക് നോക്കിയപ്പോൾ രണ്ടും കെട്ടിപ്പിടിച്ച് കണ്ണ് നോക്കിയിരിക്കുന്നതാണ് കാണുന്നത്. ഓ, അമ്മയ്ക്ക് പ്രാണവേദന, മോൾക്ക് വീണ വായന. ഡാ സിൽമാനടാ, തെണ്ടി ഡോർ തുറക്കടാ, തുറക്കാൻ. ആഷിയുടെ ശബ്ദം കേട്ടതും അർമാനും അല്ലു അകന്ന് മാറി. അർമാൻ പെട്ടെന്ന് വണ്ടിയുടെ ലോക്ക് എടുത്തതും ആഷി ഡ്രൈവിംഗ് സീറ്റിൽ കയറി അർമാനെ ദഹിപ്പിച്ച് നോക്കി. ആഷി വണ്ടി അവിടെ നിന്ന് പറപ്പിച്ച് വിട്ടു. ഇത് കണ്ടതും ഗുണ്ടകൾ അവരെ പിന്തുടർന്നു. ആഷി തന്നെ കൊണ്ട് കഴിയുന്നത് അവരിൽ നിന്നും രക്ഷപ്പെടാൻ ശ്രമിച്ചുവെങ്കിലും പിന്നീട് ഗുണ്ടകൾ വണ്ടി ഓവർടേക്ക് ചെയ്ത് അർമാൻ്റെ പോർഷെ കാറിന് കുറുകെ നിർത്തി. ഗുണ്ടകൾ കത്തിയെടുത്ത് ഇറങ്ങുന്നത് കണ്ട് അല്ലു ഭയത്തോടെ അർമാനെ നോക്കി. അവൻ പേടിക്കണ്ട എന്ന പോലെ അവളുടെ കവളിൽ ഒന്ന് തലോടിക്കൊണ്ട് വണ്ടിയിൽ നിന്നിറങ്ങി. കൂടെ ആഷിയും. ഇത്തവണ അർമാൻ മുഖം മറച്ചില്ല. അവൻ തൻ്റെ ഷർട്ടിൻ്റെ കൈ മുട്ടോളം മടക്കി. വലത് കൈയിലെ വിരലുകൾ മടക്കി അവൻ്റെ ചൂണ്ടുവിരൽ കൊണ്ട് ഇരു സൈഡിലെ മീശയൊന്ന് ഒതുക്കി വെച്ചു. ഫിലിം സ്റ്റാർ അർമാൻ മാലിക്കിനെ മുന്നിൽ കണ്ടപ്പോൾ അവന്മാർ ഒരു നിമിഷം വിശ്വാസം വരാത്ത മട്ടിൽ നോക്കി. അന്നേരം ഗുണ്ടാ തലവൻ കന്നഡ ഭാഷയിൽ എന്തോ പറഞ്ഞതും എല്ലാവരും അലറിക്കൊണ്ട് അർമാനെ നേരെ തിരിഞ്ഞു. പിന്നെ സിനിമാ സ്റ്റൈലിൽ ഒന്നൊന്നര ഫൈറ്റായിരുന്നു. അല്ലു വണ്ടിയിലിരുന്നു കൊണ്ട് ഭയത്തോടെ ഇറക്കി നോക്കി കാണുന്നുണ്ട്. ഗുണ്ടകളിൽ ഏകദേശം അടികൊണ്ട് വീണിട്ടുണ്ട്. ആഷു അർമാനും ബാക്കിയുള്ളവരെ കൈകാര്യം ചെയ്യുന്ന നേരത്താണ് ഗുണ്ടാ നേതാവ് തങ്ങളുടെ ബൊലോറയിൽ കയറി വണ്ടി മുന്നോട്ടെടുക്കുന്നത്. ആഷയായിരുന്നു അവൻ്റെ ലക്ഷ്യം. ഇത് കണ്ട അല്ലുവിൻ്റെ നെഞ്ചൊന്ന് പിടഞ്ഞു. അവളുടെ കൈയും കാലും വിരക്കുന്നുണ്ട്. അല്ലു ധൃതിയിൽ വണ്ടിയിൽ നിന്നിറങ്ങി. അപ്പോഴേക്കും വണ്ടി ആഷയുടെ അരികിലെത്തിയിരുന്നു. അവൾ ഇറങ്ങുന്നത് അർമാൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു, ഒപ്പം ഗുണ്ടകളുടെയും. വണ്ടി ആഷയെ ഇടിച്ചു വീഴ്ത്തുമെന്നായതും അവൾ തൻ്റെ ചെവി രണ്ടും പൊത്തിപ്പിടിച്ചു ആഷിക്ക എന്നും പറഞ്ഞു ഉറക്കെ നിലവിളിച്ചു. അവളുടെ സ്വരം അവിടെ മുഴുവനും പ്രതിധ്വനിച്ചു. അടുത്ത നിമിഷം അവൾ ബോധം മറഞ്ഞ് അവിടെ തന്നെ വീഴുകയായിരുന്നു. പിറ്റേ ദിവസം ഉച്ചയ്ക്ക് ഒരു നിലവിളിയോടെയാണ് അല്ലു കണ്ണു തുറക്കുന്നത്. കണ്ണു തുറക്കുമ്പോൾ അവൾ മറ്റെവിടെയോ ആയിരുന്നു. അവൾ ഒറ്റയ്ക്കായിരുന്നു. ശീതീകരിച്ച മുറിയിൽ അവൾ വിയർത്തൊലിക്കുന്നുണ്ടായിരുന്നു. അവൾ തൻ്റെ മുഖം അമർത്തി തുടച്ച് ധൃതിയിൽ എഴുന്നേറ്റു. അടഞ്ഞു കിടക്കുന്ന ഡോർ തുറന്ന് പുറത്തിറങ്ങി. അവൾ ആ വലിയ വീട് മുഴുവൻ കണ്ണോടിച്ചു. അല്ലുവിൻ്റെ വരവ് ശ്രദ്ധയിൽപ്പെട്ട ആഷി അവളുടെ അരികിലേക്ക് നടന്നു. അല്ലുമോളെ, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? ആഷി അവളുടെ അരികിലേക്ക് വന്നുകൊണ്ട് ചോദിച്ചു. ആരാ നിങ്ങൾ? ഞാനിത് എവിടെയാ? എൻ്റെ വല്യമ്മ എവിടെ? എനിക്കെൻ്റെ വല്യമ്മയെ കാണണം. വല്യമ്മ, വല്യമ്മ, അവൾ ഉറക്കെ വിളിച്ചു. ആഷിക്ക് അവളുടെ പെരുമാറ്റം വിചിത്രമായി തോന്നി. എന്തൊക്കെയാ മോളെ നീ പറയുന്നത്? അല്ലോ, ഇത് ഞാനാ, നിൻ്റെ ആഷിക്ക. ആഷ അവളുടെ നെറുകയിൽ തലോടിക്കൊണ്ട് പറഞ്ഞു. പോ, എന്നെ തൊടണ്ട. അവൾ ആഷയുടെ കൈ കുടഞ്ഞെറിഞ്ഞു. മോളെ അല്ലു, നിനക്കെന്നെ മനസ്സിലായില്ലേ? എനിക്ക് ആരും അറിയില്ല. എനിക്ക് ഇപ്പം എൻ്റെ വല്യമ്മയെ കാണണം. കഥ പറഞ്ഞു തരാമെന്നും പറഞ്ഞ് വല്യമ്മ എന്നെ പറ്റിച്ചൂല്ലേ? വല്യമ്മ, വല്യമ്മ എവിടെയല്ലേ? ഒളിച്ചിരിക്കുവാണോ? വല്യമ്മ,
വല്യമ്മ. വല്യമ്മയെ അന്വേഷിച്ച് അവൾ അവിടെ മുഴുവൻ ഓടി നടക്കുന്നുണ്ട്. അവിടുത്തെ ജോലിക്കാരോടൊക്കെ അവൾ വല്യമ്മയെ തിരക്കി. അവിടെ ആർക്കും വല്യമ്മയെ അറിയില്ലെന്ന് പറഞ്ഞതും അവൾ കൊച്ചു കുഞ്ഞിനെ പോലെ ഉറക്കെ കരയാൻ തുടങ്ങി. കണ്ണിൽ കണ്ടതൊക്കെ എറിഞ്ഞുടച്ചു. അവളുടെ പ്രവൃത്തി ആശയെ ഞെട്ടിച്ചു കളഞ്ഞു. അവളുടെ കരച്ചിൽ കണ്ടതും വല്യമ്മയെ കാണിച്ചു തരാമെന്നും പറഞ്ഞ് ആശി അവളെ സമാധാനിപ്പിച്ചു, അകത്തിരുത്തി. ബാംഗ്ലൂരിലെ അർമാൻ്റെ വില്ലയായിരുന്നു അത്. ഇന്നലത്തെ ആക്സിഡൻറ്റിൽ ആശയ്ക്കൊന്നും സംഭവിച്ചില്ലായിരുന്നു. വില്ലന്മാർ അടിച്ചു വീഴ്ത്തി അവരെ അല്ലുമായി നേരെ വില്ലയിലെത്തിയതാണ്. ഇന്നിപ്പോൾ അർമാൻ അവിടെ ഇല്ലായിരുന്നു, പുറത്തെവിടെയോ പോയതാണ്. ആശ അർമാനെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞതും അർമാൻ തൻ്റെ സുഹൃത്തും ഡോക്ടറുമായ ജോൺ കുര്യനുമായി പെട്ടെന്ന് അവിടെ എത്തി. ഡോക്ടർ അല്ലുവിനെ പരിശോധിക്കുമ്പോൾ തൊട്ടരികിൽ അർമാനും ഉണ്ടായിരുന്നു. എന്നാൽ അവനെ അവൾ ശ്രദ്ധിച്ചതേയില്ല. അതവനിൽ നോവുണർത്തി. പരിശോധനയ്ക്കൊടുവിൽ കൊച്ചുകുട്ടികളെ പോലുള്ള അവളുടെ നിഷ്കളങ്കമായ പെരുമാറ്റം കണ്ട് ഡോക്ടറിൽ സംശയം നിറഞ്ഞു. എന്താ അയാളുടെ പേര്? ഡോക്ടർ തിരക്കി. അറിയില്ല, അവൾ മറുപടി പറഞ്ഞു. അറിയില്ലേ? അതെന്താ എങ്ങനെ? എൻ്റെ പേര് ജോൺ കുര്യൻ. ഇതുപോലെ തനിക്കും ഒരു പേരുണ്ടാവുമല്ലോ, ഒന്ന് ഓർത്തു നോക്കിക്കേ. എനിക്കറിയില്ലെന്ന് പറഞ്ഞില്ലേ? നിങ്ങൾക്ക് എൻ്റെ വല്യമ്മയെ കാണിച്ചു തരാൻ പറ്റുമോ? നിങ്ങൾ എവിടെയാണ് എൻ്റെ വല്യമ്മയെ ഒളിപ്പിച്ചു വെച്ചേ? എനിക്ക് വേറെ ആരുമില്ല, എൻ്റെ വല്യമ്മയേ ഉള്ളൂ, അവൾ കണ്ണ് നിറച്ചുകൊണ്ട് പറഞ്ഞു. ആരായി വല്യമ്മ? ഡോക്ടർ ചോദിച്ചു. എൻ്റെ വല്യമ്മ അറിയില്ലേ? ഇല്ല. അത് തന്നെയല്ലേ ഞാൻ പറഞ്ഞേ, എൻ്റെ വല്യമ്മേനെ കാണിച്ചു തരാൻ. അപ്പം അറിയാലോ ആരാ എൻ്റെ വല്യമ്മയെന്ന്. ശരി ശരി, വല്യമ്മയെ ഞാൻ കാണിച്ചു തരാം. അതിനു മുൻപേ ഞാൻ തന്നോട് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കും. അതിന് കൃത്യമായ ഉത്തരം പറയണം. ശരിക്കും? പിങ്കി പ്രോമിസ്? ഡോക്ടർ അത് പറഞ്ഞത് അവൾ കൊച്ചുകുട്ടികളെ പോലെ ചെറുവിരൽ ഉയർത്തിക്കൊണ്ട് പറഞ്ഞു. പിങ്കി പ്രോമിസ്. എളുപ്പമുള്ള ചോദ്യം ചോദിക്കണം കേട്ടോ. ഞാനൊന്നും പഠിച്ചിട്ടില്ല. എന്നെ അവർ പഠിക്കാൻ സമ്മതിക്കില്ല. കണ്ടാൽ ചീത്ത പറയും. റിച്ചുവിന് അവരൊന്നും പറയില്ല. അവരെ എനിക്ക് പേടിയാ. എന്നെ അടിക്കും, വഴക്ക് പറയും. പണിയൊക്കെ ഞാൻ തന്നെ ചെയ്യണം. എനിക്ക് കഴിക്കാൻ പോലും തരില്ല. പക്ഷേങ്കിലേ എൻ്റെ വല്യമ്മക്ക് എന്നെ വലിയ കാര്യമാണ്. എന്നെ വഴക്കൊന്നും പറയില്ല. എനിക്കെന്നും കഥകൾ പറഞ്ഞുതരും. വല്യമ്മയുടെ കഥ കേട്ട് ഉറങ്ങുമ്പോഴേ എനിക്ക് വിശപ്പ് പോലും അറിയില്ല. അവൾ പറയുന്നതൊക്കെ കേട്ട് അർമാൻ്റെയും ആശയുടെ ഉള്ള വേദനിച്ചു. ശരി, എളുപ്പമുള്ളത് ചോദിക്കാം. ഇയാൾ എത്രയിലാണ് പഠിക്കുന്നത്? ഡോക്ടർ ചോദിച്ചു. 3ലാ. ഞാനും റിച്ചുവും ഒരുമിച്ചാണ് പഠിക്കുന്നത്. അവളുടെ മറുപടി ആശയും അർമാനെയും ശരിക്കും ഞെട്ടിച്ചു. ഇനി താൻ ഒന്നുകൂടെ ഓർത്തു നോക്കിക്കേ. എന്താ തൻ്റെ പേര്? ഡോക്ടർ വീണ്ടും ചോദിച്ചു. എൻ്റെ പേരെനിക്ക് ഓർമ്മയില്ല. പക്ഷേ വല്യമ്മ എന്നെ വിളിക്കുന്നേ തുമ്പിന്നാ. ശരി, എന്നാൽ ഞാനും തുമ്പിന്ന് വിളിക്കാം. അതെ തുമ്പി, ഇങ്ങോട്ട് നോക്കിക്കേ. തുമ്പിക്ക് ഇവരാരാന്നറിയോ? അർമാനെയും ആശയും ചൂണ്ടി ഡോക്ടർ ചോദിച്ചതും അവൾ അറിയില്ലെന്ന് പറഞ്ഞു. തുമ്പി ഒന്നുകൂടെ ഓർത്തു നോക്കിക്കേ, ഡോക്ടർ പറഞ്ഞു. ഇയാൾ എവിടെയെങ്കിലും കണ്ടതായി ഓർക്കുന്നുണ്ടോ? അവൾ ഇല്ലെന്ന് തലയനക്കി. എന്നാ ഞാനൊരു കാര്യം പറയട്ടെ, ഡോക്ടർ അവളോട് വളരെ ശാന്തമായ സ്വരത്തിൽ പറഞ്ഞു. തുമ്പിയുടെ വല്യമ്മയെ പോലെ ഇയാളെ തുമ്പിക്ക് ഏറെ പ്രിയപ്പെട്ട ഒരാളാണ്. അർമാൻ്റെ മനസ്സ് വായിച്ചതുപോലെയായിരുന്നു ഡോക്ടറുടെ സംസാരം. ഇതാണ് ആ രാജകുമാരൻ? അവൾ വിടർന്ന കണ്ണാലെ ചോദിച്ചു. രാജകുമാരനോ? അതാരാ? ഡോക്ടർ തിരിച്ചു ചോദിച്ചു. എൻ്റെ രാജകുമാരൻ. വല്യമ്മ പറയായിരുന്നല്ലോ ഒരു നാൾ ഒരു രാജകുമാരൻ വന്ന് എന്നെ കൂട്ടിക്കൊണ്ടു പോകുന്നു. ഇതാണ് ആ രാജകുമാരൻ? അവളുടെ നിഷ്കളങ്കമായ വാക്കുകൾ കേട്ട് ഡോക്ടർ അതെ എന്ന പോലെ തലയനക്കി. ഹായ്, എൻ്റെ രാജകുമാരൻ വന്നല്ലോ എന്നും പറഞ്ഞവൾ കൊച്ചു കുഞ്ഞിനെ പോലെ കൈകൾ കൂട്ടിയിടിച്ചു. ഈ രാജകുമാരനെ എനിക്ക് ഇഷ്ടമായിട്ടോ. നല്ല ഭംഗിയുണ്ട് രാജകുമാരനെ കാണാൻ. രാജകുമാരൻ കുതിരപ്പുറത്താണോ വന്ന്? അവളുടെ സംസാരവും പെരുമാറ്റം കണ്ട ആശയും അർമാനും ഏകദേശം കാര്യങ്ങൾ വ്യക്തമായി. അവളുടെ അവസ്ഥ അർമാനെ ശരിക്കും വേദനിപ്പിച്ചു. പറ രാജകുമാര, കുതിരപ്പുറത്താണോ വന്നേന്ന്? അവൾ വീണ്ടും ചോദിച്ചു. എടാ അമ്മൻ, ആണെന്ന് പറ, ഇല്ലെങ്കിലേ ചിലപ്പോൾ അവൾ വയലൻ്റ് ആവും. ആശ അർമാൻ കേൾക്കാൻ പാകത്തിൽ പറഞ്ഞതും അർമാൻ അവനെ വല്ലാത്ത ഭാവത്തിൽ നോക്കി.
എടാ നീ പേടിക്കും പോലൊന്നുമില്ല, ആ ഭാഗത്തിൻ്റെ നട്ടല്പം ലൂസായതാ, ഇത് പെട്ടെന്ന് മാറിക്കോളും. നീ പെട്ടെന്നൊരു കുതിരയെ അറേഞ്ച് ചെയ്യാൻ നോക്ക്, ഇല്ലെങ്കിലേ നിന്റെ കുമാരിയെ ഈ വീട് തല തിരിച്ചിടും. അസ്ഥാനത്ത് കയറിയുള്ള ആശയുടെ കോമഡി കേട്ട് അർമാൻ അവനെ ദഹിപ്പിച്ച് നോക്കി മുറിവിട്ടിറങ്ങി. തന്നോട് മറുപടി പറയാതെ ഇറങ്ങിപ്പോയ അർമാനെ കണ്ടതും അവളുടെ മുഖം വാടി. രാജകുമാരൻ പിണങ്ങിപ്പോയതാ? അവൾ ചുണ്ടു കോർപ്പിച്ചുകൊണ്ട് ചോദിച്ചു. ഹേയ്, തുമ്പിമോളോട് രാജകുമാരൻ പിണങ്ങാനോ? അതെ, രാജകുമാരൻ കുതിരയെ കൂട്ടിക്കൊണ്ടുവരാൻ പോയിരിക്കുക. കുമാരൻ്റെ കുതിര ഇവിടെ ബോറടിച്ചു വന്നപ്പോഴേ ചുമ്മാ ഫ്രണ്ട്സിൻ്റെ കൂടെ ഒന്ന് കറങ്ങാൻ പോയതാ. ഇപ്പം വരും. അത് കഴിഞ്ഞ് തുമ്പിമോൾക്ക് കുമാരൻ്റെ കൂടെ കുതിരസവാരിക്ക് പോവാലോ. ആശ അവളോട് ഓരോന്ന് പറയുന്നുണ്ട്. ആണോ? ഹായ് എന്നും പറഞ്ഞവൾ കൈയടിച്ചു. ഇയാൾ ഇവിടുത്തെ കുതിരക്കാരനാ? ആശയെ നോക്കി അവൾ ചോദിച്ചതും ഡോക്ടർ അറിയാതെ ചിരിച്ചുപോയി. ആശയ്ക്കത് അത്രയ്ക്ക് ഇഷ്ടമായില്ല. ഞാനേ ഈ കൊട്ടാരത്തിലെ മന്ത്രിയാ. അതെ, കൊട്ടാരം വൈദ്യനെ പെട്ടെന്ന് അങ്ങോട്ട് വരാൻ നോക്ക്. നമ്മുടെ രാജകുമാരന് ഹാലിളകിയിരിക്കുക. ആശി ഡോക്ടറെ നോക്കി പല്ല് ഞെരിച്ചുകൊണ്ട് പറഞ്ഞു. ആശി പോയതും ഡോക്ടർ അവളെ എന്തൊക്കെയോ പറഞ്ഞു ഒരുവിധം സമാധാനിപ്പിച്ചു. ഇതേ സമയം അർമാൻ അന്വേഷിച്ചു മുറ്റത്തേക്ക് ഇറങ്ങിയതാണ് ആശി. അന്നേരം അർമാൻ ചിന്തകളിൽ മുഴുകിയിരിക്കുവാണ്. അവൻ്റെ മനസ്സ് നിറയിപ്പ് അവൾ മാത്രമായിരുന്നു. അല്ലു. ഇരുവരും ഒരുമിച്ചുണ്ടായ നല്ല നിമിഷങ്ങൾ അവൻ്റെ മനസ്സിലൂടെ കടന്നുപോയി. അവൻ്റെ കണ്ണ് എന്തിനെന്നറിയാതെ നിറഞ്ഞു. ആശയുടെ കരങ്ങൾ തൻ്റെ തോളിൽ അമർന്നതും അവൻ തൻ്റെ കണ്ണുനീർ മറച്ചു പിടിച്ച് ചിരിക്കാൻ ശ്രമിച്ചു. അപ്പോഴേക്കും ജോൺ ഡോക്ടറും അങ്ങോട്ട് വന്നിരുന്നു. എടാ, നീ ഇങ്ങനെ ടെൻഷനാവുമെന്ന് വേണ്ട. പെട്ടെന്നുണ്ടായ ഒരു ഷോക്ക്, അതാണ് അവളുടെ ഇന്നത്തെ അവസ്ഥയ്ക്ക് കാരണം. ഒരു കൊച്ചുകുട്ടിയുടെ ബുദ്ധിയും അറിവും മാത്രമേ ഇപ്പോൾ അവൾക്കുള്ളൂ. പഴയ ചില ഓർമ്മകൾ മാത്രമേ അവളിൽ അവശേഷിക്കുന്നുള്ളൂ. കഴിഞ്ഞ ദിവസം ആശയെ വണ്ടി ഇടിച്ചു എന്ന തോന്നലിലുണ്ടായ ഒരു ഷോക്ക്. മുൻപ് എപ്പോഴും അതുപോലൊരു ഇൻസിഡൻറ്റ് ഉണ്ടായിട്ടുണ്ടാവാം. അതാവാം അവളുടെ മനസ്സിനെ അത്രമേൽ അത് മുറിവേൽപ്പിച്ചത്. അതുപോലെ അവളുടെ ജീവിതത്തിൽ സംഭവിച്ച മോശം അനുഭവങ്ങൾ ഇതൊക്കെയാവാം ഈ കുട്ടിയുടെ മനസ്സിൻ്റെ താളം തെറ്റിച്ചത്. കുട്ടിക്കാലത്ത് ആ കുട്ടി ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. ഒരുപക്ഷെ ഈ പറയുന്ന വല്യമായിരിക്കാം ഈ കുട്ടിയുടെ ഏക ആശ്രയം. ഡോക്ടർ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കുകയാണ് അർമാൻ. അവളൊരു ഓർഫനാണ്, അർമാൻ ദീർഘമായി നിശ്വസിച്ചുകൊണ്ട് പറഞ്ഞു. അവളുടെ സംസാരത്തിൽ നിന്നും എനിക്കത് മനസ്സിലായി. ജോൺ, അവളുടെ ഈ അവസ്ഥയ്ക്ക് കാരണം ഞാൻ കൂടിയാ. എനിക്കവളെ പഴയ പോലെ തിരിച്ചു വേണം. എനിക്കവൾ എൻ്റേത് മാത്രമാക്കണം. അതിന് ഞാനിനി എന്താ ചെയ്യണ്ടേ? അർമാൻ ചോദിച്ചു. അതിന് പ്രത്യേകിച്ചൊന്നും ചെയ്യണ്ട. അവൾക്ക് കിട്ടാതെ പോയ സ്നേഹം നിന്നെ കൊണ്ട് കൊടുക്കാൻ സാധിച്ചാൽ ഒരുപക്ഷെ പെട്ടെന്ന് റിക്കവറാവും. അവളുടെ പെരുമാറ്റവും സ്വഭാവവും കൊച്ചുകുട്ടിയുടെ ആയിരിക്കും. അതിനനുസരിച്ചായിരിക്കണം തിരിച്ചങ്ങോട്ടുള്ള സമീപനവും. അതായത് നിന്റെ ഓഞ്ഞ റൊമാൻസ് കൊണ്ട് പോയാൽ പണി കിട്ടുമെന്ന് സാരം. ഡോക്ടർ പറയുന്നതിനിടയിൽ ആഷ ഇടയിൽ കയറി പറഞ്ഞു. എടാ അമൻ, നീ എത്രയും പെട്ടെന്ന് ഒരു കുതിരയെ സംഘടിപ്പിക്കാൻ നോക്ക്. ഇവൻ അമ്മാതിരി പണിയെ ഒപ്പിച്ച് വെച്ചേക്കണേ, ജോൺ ചെറുചെറിയാളെ പറഞ്ഞു. കുതിര മാത്രമല്ല, എവിടെന്നേലും ഒരു വല്യമ്മയെ കിട്ടുമെന്നും കൂടി നോക്കണം. ഇല്ലേലേ കുമാരൻ്റെ തുമ്പിമോളെ ഈ അന്തപുരം തല തിരിച്ചു വിടാനും സാധ്യതയുണ്ട്. ആഷയുടെ പറച്ചിൽ ജോണിൽ ചിരി പടർത്തിയപ്പോൾ അർമാൻ്റെ മുഖത്ത് ഇനി എന്തൊക്കെയായിരിക്കും നടക്കാൻ പോകുന്നത് എന്ന ചിന്തയായിരുന്നു. ഇരുവരോട് യാത്ര പറഞ്ഞ് ജോൺ മടങ്ങി. ആ നേരത്താണ് അകത്ത് നിന്ന് അല്ലുവിൻ്റെ കരച്ചിൽ കേൾക്കുന്നത്. ആഷു അർമാൻ അവളുടെ മുറി ലക്ഷ്യം വെച്ച് ഓടി. അർമാൻ കാര്യം തിരക്കി. രാജകുമാര, എനിക്ക് വിശക്കുന്നു, അവൾ വയർ തടവിക്കൊണ്ട് പറഞ്ഞു. എടാ, എന്താ കഴിക്കാനുള്ളത്? അർമാൻ ആഷയോട് ചോദിച്ചു. പുട്ടുമാവുണ്ട്, ആഷു മറുപടി പറഞ്ഞു. പുട്ടുമാവോ? അതെന്ത് തേങ്ങയാ? ഇന്നലത്തെ പുട്ട് ബാക്കി വന്നപ്പോൾ അത് വെച്ച് ഞാനൊരു വെറൈറ്റി ഉപ്പുമാവുണ്ടാക്കി. പുട്ടുമാവെന്ന പേരും കൊടുത്തു. തുമ്പിമോക്ക്, ആഷിക പുട്ടുമാവ് കൊണ്ടുവരട്ടെ? ആഷി അല്ലുവിനെ നോക്കി ചോദിച്ചതും ശരിയെന്ന പോലെ അവൾ തലയനക്കി. ആഷി പെട്ടെന്ന് തന്നെ ഭക്ഷണവുമായി വന്നു. കയ്യിലെ പ്ലേറ്റ് അവൾക്ക് നേരെ നീട്ടിയതും എനിക്ക് വാരിത്തരണം എന്നും പറഞ്ഞ് അവൾ വാശി പിടിച്ചു. അതിനെന്താ, ആഷിക്ക് വാരിത്തരാലോ എന്നും പറഞ്ഞ് ആഷി അവളുടെ അരികിൽ ചെന്നതും വേണ്ട, എനിക്ക് കുതിരക്കാരൻ വാരിത്തണ്ട, എനിക്ക് എൻ്റെ രാജകുമാരൻ വാരിത്തന്നാൽ മതി എന്ന് പറയുന്നത് കേട്ടപ്പോൾ അർമാന് ചിരിയാണ് വന്നത്. ശരി, ഞാൻ വാരിത്തരാം, പക്ഷേ ഇയാളെ ഞാൻ പറയുന്നതൊക്കെ അനുസരിക്കണം എന്ന് അർമാൻ പറഞ്ഞതും അവൾ അനുസരിക്കാം എന്ന പോലെ തലയനക്കി. അർമാൻ ആഷിയുടെ കയ്യിൽ നിന്നും പ്ലേറ്റ് വാങ്ങി അവളുടെ അരികിലേക്ക് നടന്നു.
എടാ, ബുദ്ധിസ്ഥിരതയില്ലാത്ത കൊച്ചാണ്, ഇത്തിരി സാമൂഹിക അകലേക്ക് ആവാം എന്നുള്ള ആശയുടെ ഡയലോഗ് കേട്ട് അർമാൻ അവനെ ദഹിപ്പിച്ചു നോക്കി. അർമാൻ അവളുടെ അരികിൽ വന്നിരുന്നു. അവൾക്ക് വാരി കൊടുക്കാൻ തുടങ്ങി. കുതിരക്കാര, എനിക്ക് നാളെ മുതൽ ഈ സാധനം വേണ്ട കേട്ടോ, ഇത് കൊള്ളില്ല, എനിക്ക് ബിരിയാണി മതി, അവൾ കഴിക്കുന്നതിനിടയിൽ പറഞ്ഞു. ഓ അടിയൻ, ആശി പ്രത്യേക ഇനത്തിൽ പറഞ്ഞു. തുമ്പിപ്പെണ്ണെ, ഈ കുതിരക്കാരൻ ഇവിടെ നിൽക്കണോ? വേണ്ട, പൊയ്ക്കോട്ടെ അല്ലേ? അർമാൻ അല്ലുവിനോട് പറഞ്ഞതും ഡാ കുതിരക്കാര, താൻ പൊയ്ക്കോ എന്നും പറഞ്ഞവൾ ആശയെ കൂർപ്പിച്ചു നോക്കി. രാമൻ, നീ ഇവളെ കിലുക്കത്തിലെ രേവതിക്ക് പഠിപ്പിക്കാൻ നോക്കണോ? എന്നാ അത് വേണ്ട എന്നും പറഞ്ഞ് അർമാനെ കൂർപ്പിച്ചു നോക്കി ആശി അവിടെ നിന്ന് പോയി. ആശയെ പോയതും അർമാൻ തൻ്റെ പ്രവൃത്തി തുടർന്നു. അതിനിടയിൽ അവളുടെ മുഖത്തേക്ക് വീണ് കിടക്കുന്ന മുടി മാടി ഒതുക്കി അവളെ ഇമച്ചിമ്മാതെ നോക്കി നിന്നു. രാജകുമാരൻ എന്തിനാ എന്നെ ഇങ്ങനെ നോക്കുന്നേ എന്നവൾ ചോദിച്ചു. എൻ്റെ രാജകുമാരൻ്റെ ഭംഗി കണ്ട് നോക്കിപ്പോയതല്ലേ, അവൻ മറുപടി പറഞ്ഞു. ഞാൻ രാജകുമാരിയാ? അവൾ നഖം കടിച്ചുകൊണ്ട് നാണത്തോട് ചോദിച്ചു. എൻ്റെ മാത്രം രാജകുമാരി, അവളുടെ കവിളിൽ തഴുകിക്കൊണ്ടവൻ പറഞ്ഞു. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നില്ലേ, ഭക്ഷണം വാരി തന്നാൽ ഞാൻ പറയുന്നത് അനുസരിക്കണമെന്ന്. എന്നാൽ ഞാൻ പറയട്ടെ? അർമാൻ ചോദിച്ചു. അവൻ പറയുന്നത് കേട്ടതും അവൾ മൂളിക്കൊണ്ട് തലയനക്കി. എനിക്കൊരു ഉമ്മ തരുമോ? ദേ ഇവിടെ. തൻ്റെ ചുണ്ട് കാട്ടിക്കൊണ്ട് അർമാൻ പറഞ്ഞതും അവൾ മനസ്സിലാവാത്ത പോലെ നോക്കി. അങ്ങനെ പറഞ്ഞാൽ എന്താ? അവൾ ചോദിച്ചു. അറിയില്ല. അവൻ്റെ ചോദ്യം കേട്ട് അവൾ ഇല്ലെന്ന് പറഞ്ഞു. എന്നാൽ ഞാൻ ആദ്യം കാണിച്ചു തരാം. എൻ്റെ തുമ്പിപ്പെണ്ണെ, അതുപോലെ ചെയ്താൽ മതി. ഞാൻ വല്യമ്മയുടെ തുമ്പിയാ, എന്നെ അങ്ങനെ വിളിക്കണ്ട. അവൾ മുഖം കൂട്ടിക്കൊണ്ട് പറഞ്ഞു. പിന്നെ എന്താ ഞാൻ വിളിക്കുക? ഞാനേ ഐഷു എന്ന് വിളിക്കാം. അവൻ പറയുന്നത് കേട്ടതും അവൾ തലയനക്കി. എന്നാൽ ഞാൻ ആദ്യം ഐഷുവിനെ ഒരു ഉമ്മ തരാം, എന്നിട്ട് ഐഷ അതുപോലെ തന്നാൽ മതി. അർമാൻ പറയുന്നത് കേട്ട് അവൾ തലയനക്കി. അർമാൻ തൻ്റെ ഇരുകൈയും അവളുടെ കവിളിൽ ചേർത്ത് വെച്ച് അവളിലേക്ക് മുഖമടുപ്പിച്ചതും ഡോറിനരികിൽ നിന്നും ആശയുടെ സ്വരം കേട്ട് അവൻ അവളിൽ നിന്നും ധൃതിയിൽ അടർന്നു മാറി. എന്താ? അർമാൻ കലിപ്പിറക്കിക്കൊണ്ട് ചോദിച്ചു. അത് പിന്നെ രാത്രി പുട്ട് വേണോ അതോ ചപ്പാത്തി ഉണ്ടാക്കണോ? ഓഹ്, എന്ത് വേണേലും ഉണ്ടാക്ക്. ആശയുടെ വരവ് ഇഷ്ടപ്പെടാത്ത മട്ടിൽ അർമാൻ പറഞ്ഞു. എന്നാൽ ചപ്പാത്തി ഉണ്ടാക്കാം അല്ലേ എന്ന് പറഞ്ഞ് ആശി പോയതും അർമാൻ അവൻ പോയെന്ന് ഉറപ്പ് വരുത്തി അവളെ നോക്കി പുഞ്ചിരിച്ചു. അവൾ വീണ്ടും ചുംബിക്കാനൊരുങ്ങി. എടാ, ചപ്പാത്തി തന്നെ വേണോ? പുട്ടുണ്ടാക്കിയ പോരെ എന്നും പറഞ്ഞ് ആശി വീണ്ടും വന്നതും നീ എന്ത് വാഴക്ക വേണേലും ഉണ്ടാക്ക് എന്നും പറഞ്ഞ് ആശയെ പിടിച്ച് പുറത്താക്കി ഡോറടിച്ച് ലോക്കിട്ട് അവളുടെ അരികിലേക്ക് നടന്നു. എടാ സിൽമാനടാ, ഷാക്കിരക്കയുടെ പടത്തിൻ്റെ ഷൂട്ടല്ല ഇവിടെ നടക്കുന്നത്, ഇത് റിയാലിറ്റിയാ. കൂടെയുള്ള സാധനത്തിന് എക്കേലി പോയിരിക്കുക. കൺട്രോൾ യുവർ സെൽഫ്, ഡോറിൽ തട്ടിക്കൊണ്ട് ആശി പറഞ്ഞു.